ഫ്രാൻസും അർജന്റീനയും തമ്മിലുള്ള വൈരവും കുടിപ്പകയും ഫുട്ബോൾ സ്പിരിറ്റിന്റെ സകല സീമകളും ലംഘിക്കുന്നു. ഇരു ടീമുകളിലെയും പ്രമുഖ താരങ്ങൾ അധികം ഇല്ലെങ്കിലും ഒളിമ്പിക്സ് മൈതാനത്തെയും ആ പോര് ചൂടുപിടിപ്പിച്ചു. ഒളിമ്പിക്സ് ഫുട്ബോൾ ക്വാർട്ടറിൽ ഫ്രാൻസും അർജന്റീനയും ഏറ്റുമുട്ടുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എല്ലാം പ്രതീക്ഷിച്ചതായിരുന്നു. കിക്ക് ഓഫ് മുതൽ ഫ്രഞ്ച് കാണികൾ അർജന്റീനയെ കൂവിയാർക്കുന്നതാണ് കണ്ടത്. മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ ഫിലിപ്പ് മറ്റേറ്റയുടെ ഹെഡർ ഗോളിൽ മുന്നിലെത്തിയ ഫ്രഞ്ച് പടക്ക് മറുപടി നൽകാൻ ഹാവിയർ മസ്റാനോയുടെ കുട്ടികൾക്കായില്ല. ഫൈനൽ വിസിലിന് പിന്നാലെ ഒരു അമേച്ചർ ഫുട്ബോൾ ടൂർണമെന്റിലേതുപോലെ ഇരു ടീമുകളും മൈതാനത്ത് കൂട്ടത്തല്ലിൽ ഏർപ്പെടുന്നതാണ് ലോകം കണ്ടത്. കളിക്കാർക്കൊപ്പം ഇരുഭാഗത്തുമുള്ള കോച്ചിംഗ് സ്റ്റാഫും ചേർന്നതോടെ അത് പൊരിഞ്ഞ തല്ലായി മാറി. പിടിച്ചു മാറ്റുന്നതിനു പകരം എരുതിയിലേക്ക് എണ്ണ പകരാനാണ് എല്ലാവരും ശ്രമിച്ചത്. അർജന്റീന ബെഞ്ചിന് നേരെ തെരുവിളിച്ചെന്ന് കാണിച്ച് ഫ്രഞ്ച് താരം എൻസോ മില്ലോറ്റിന് റഫറി റെഡ് കാർഡും നൽകി. മില്ലോറ്റാണ് സംഘർഷത്തിന് മരുന്നിട്ടതെന്നാണ് അർജന്റീന താരങ്ങളുടെ വാദം. എന്നാൽ അർജന്റീന താരങ്ങൾ ഞങ്ങളുടെ ആഘോഷം നശിപ്പിക്കാനാണ് നോക്കിയതെന്നും അവരുടെ ആ ചെയ്തി ഞങ്ങളുടെ ആഘോഷം വലുതാക്കിയെന്നുമാണ് നിർണായക ഗോൾ നേടിയ മറ്റേറ്റ പ്രതികരിച്ചത്. ഫ്രഞ്ച് താരമായ ലോയിക് ബദെ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അടുത്ത് സെലിബ്രേറ്റ് ചെയ്തെന്നാണ് നിക്കോളാസ് ഒട്ടമെൻഡിയുടെ ആരോപണം. എന്നാൽ മത്സരത്തിലുടനീളം അർജന്റീന താരങ്ങൾ ഞങ്ങളെ ചൊറിയുകയായിരുന്നുവെന്നും പറയുന്നത് സ്പാനിഷിലായതിനാൽ മനസ്സിലായില്ല എന്നുമാണ് ലോയിക് ബദെ തിരിച്ചടിച്ചത്. അർജന്റീനയും ഫ്രാൻസും തമ്മിലുള്ള വൈരത്തിന് വലിയ ചരിത്രമൊന്നുമില്ല. രണ്ട് രാജ്യങ്ങളും ജിയോ പൊളിറ്റിക്കലായോ രാഷ്ട്രീയ കാരണങ്ങളാലോ എതിർചേരിയിൽ നിൽക്കുന്നവരല്ല. കോളനിവൽക്കരണത്തിൻ്റെയോ അധിനിവേശത്തിൻ്റെയോ ചരിത്രം അവർ പേറൊന്നുമില്ല. പക്ഷേ 2022 ഖത്തർ ലോകകപ്പ് ഫൈനൽ എല്ലാം മാറ്റിമറിച്ചു. മാരിവില്ലിൻ്റെ മനോഹാരിതയുമായി ലയണൽ മെസ്സിയുടെ സംഘവും കൊടുങ്കാറ്റിൻ്റെ കരുത്തുമായി കിലിയൻ എംബാപ്പയുടെ നീലപ്പടയും ഏറ്റുമുട്ടിയപ്പോൾ കാൽപന്ത് ലോകത്തിന് ലഭിച്ചത് അവിസ്മരണീയ മത്സരം. എന്നാൽ ആ മത്സരത്തിൻ്റെ അനുരണനങ്ങൾ മൈതാനത്ത് തീർന്നില്ല. സ്വന്തം നാട്ടിലെത്തിയ അർജന്റീന ടീമിൻ്റെ ആഘോഷങ്ങളും എംബാപ്പയുടെ പാവ വെച്ചുള്ള കോപ്രായങ്ങളും ഫ്രഞ്ചുകാരെ ക്ഷുഭിതരാക്കി. അപ്പുറത്ത് ഫ്രഞ്ചുകാരും വെറുതെയിരുന്നില്ല. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ യൂറോപ്പിനോളം വളർന്നിട്ടില്ലെന്ന കിലിയൻ എംബാപ്പയുടെ പ്രസ്താവന വലിയ രോഷമുണ്ടാക്കി. ലൗതാരോ മാർട്ടിനസ് അടക്കമുള്ള പല അർജന്റീന താരങ്ങളും ഇതിനെതിരെ ആഞ്ഞടിച്ചു. ലോകകപ്പിനേക്കാൾ കടുപ്പമാണ് യൂറോ കപ്പ് എന്ന എംബാപ്പയുടെ പ്രസ്താവനയ്ക്കെതിരെ സാക്ഷാൽ മെസ്സി അടക്കം രംഗത്തെത്തി. അന്താരാഷ്ട്ര മത്സരങ്ങൾ വിട്ട് വിവാദങ്ങൾ ക്ലബ്ബ് ഫുട്ബോളിലേക്കും പടരുന്നതും ലോകം കണ്ടു. യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ആസ്റ്റൺ വില്ലയുടെ കാവൽക്കാരനായി എമിലിയാനോ മാർട്ടിനസ് ഫ്രാൻസിലെത്തിയപ്പോൾ കാണികൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ലില്ലയും ആസ്റ്റൺ വില്ലയും തമ്മിൽ ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരത്തിൽ എമി മാർട്ടിനസും ഫ്രഞ്ച് കാണികളും തമ്മിൽ പലതവണ കോർത്തു. എന്നാൽ ഈ വർഷം കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം അർജന്റീന താരങ്ങൾ ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ തുപ്പിയ വംശീയ വിദ്വേഷം സകല മര്യാദകളും ലംഘിക്കുന്നതായിരുന്നു. കേൾക്കൂ, ലോകമെമ്പാടും പ്രചരിപ്പിക്കൂ, അവരെല്ലാം അങ്കോളയിൽ നിന്നുള്ളവരാണ്. അവർ ട്രാൻസ്ജെൻഡറുകൾക്കൊപ്പം അന്തിയുറങ്ങും. അവരുടെ അമ്മ നൈജീരിയക്കാരിയാണ്, അച്ഛൻ കാമറൂൺകാരനും. പക്ഷേ പാസ്പോർട്ടിൽ പറയുന്നു അവർ ഫ്രഞ്ചുകാരാണെന്ന് എന്ന് തുടങ്ങുന്ന വംശീയ വരികൾ ഫുട്ബോൾ ലോകത്തെ പിടിച്ചുകുലുക്കി. വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട എൻസോ ഫെർണാണ്ടസിനെതിരെ താരത്തിൻ്റെ ക്ലബ്ബായ ചെൽസിയും ടീമിലെ സഹതാരങ്ങളും വരെ രംഗത്തെത്തി. ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയ്ക്ക് ഔദ്യോഗിക പരാതി നൽകുകയും ചെയ്തു. കോപ്പ അമേരിക്കയിൽ ഭാഗം പോലും ആകാത്ത ഫ്രാൻസിനെതിരെയുള്ള ചാൻഡുകൾ അർജന്റീന ഫ്രാൻസിനെ എത്രമാത്രം വെറുക്കുന്നു എന്നതിനുള്ള തെളിവായാണ് പലരും ഉയർത്തിക്കാട്ടിയത്. എന്നാൽ 2018 റഷ്യൻ ലോകകപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ ഫ്രഞ്ച് താരങ്ങൾ മെസ്സിയെ പരിഹസിക്കുന്ന വരികൾ ചൊല്ലിയപ്പോൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരെയൊന്നും കണ്ടില്ലെന്നാണ് അർജന്റീന ആരാധകർ മറുവാദമുയർത്തിയത്. പാരീസ് ഒളിമ്പിക്സിൽ അർജന്റീന ഫ്രാൻസ് പോര് പുതിയ ഉയരങ്ങളിലെത്തുന്നതാണ് കണ്ടത്. ഫുട്ബോളും കടന്ന് റഗ്ബിയിലേക്കും ഹാൻഡ്ബോളിലേക്കുമെല്ലാം വൈരം വ്യാപിച്ചു. ഈ മത്സരങ്ങളിൽ അർജന്റീന ദേശീയഗാനം ഓൺ ചെയ്തപ്പോൾ സ്റ്റേഡിയങ്ങൾ കൂവലുകളിൽ മുങ്ങി. ലയണൽ മെസ്സിയിൽ നിന്നേറ്റ വേദന കൊണ്ടാണ് ഫ്രഞ്ചുകാർ ഞങ്ങൾക്കെതിരെ കൂവുന്നതെന്നാണ് അർജന്റീന റഗ്ബി താരം മാർക്കോസ് മൊനേറ്റ പ്രതികരിച്ചത്. വൈരം കലാപമാകാതിരിക്കാൻ ഒളിമ്പിക്സ് അധികൃതർ വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത്. ഫ്രാൻസ് അർജന്റീന ക്വാർട്ടർ ഫൈനലിന് പിന്നാലെ സംഘർഷം ഉടലെടുത്തപ്പോൾ സുരക്ഷാ വലയം തീർത്താണ് അർജന്റീന ആരാധകരെ പോലീസ് സംരക്ഷിച്ചത്.